അധികാരമേറ്റെടുത്ത് 24 മണിക്കൂർ പിന്നിടുമ്പോഴും വകുപ്പ് വിഭജനം പൂർത്തിയാക്കാതെ വി.ഡി. സതീശൻ സർക്കാർ. മുഖ്യമന്ത്രി, ആഭ്യന്തരം, റവന്യൂ, ആരോഗ്യം ഉൾപ്പെടെ പ്രധാന വകുപ്പുകളിൽ മാത്രമാണ് തീരുമാനമായത്. ഉന്നത വിദ്യാഭ്യാസം, സഹകരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈമാറുന്നത് സംബന്ധിച്ചാണ് തർക്കം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വേണമെന്ന് കോൺഗ്രസും പകരം മത്സ്യബന്ധന വകുപ്പ് വിട്ടുതരണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെടുന്നു. അതേസമയം സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ട ലിജു, റോജി എം ജോൺ എന്നിവരും രംഗത്തുണ്ട്. രാത്രി വൈകിയും വകുപ്പ് വിഭജന ചർച്ചകൾ നടന്നിട്ടുണ്ട്. റോഷിപാലാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റോഷി, അപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരനാണ്. അപ്പോൾ ഇങ്ങനെ ചില മന്ത്രിമാർ, ചില വകുപ്പുകളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം പറഞ്ഞു പഠിച്ച കുറേ വകുപ്പുകളും മന്ത്രിമാരുടെയൊക്കെ പേരുകളുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആർ ബിന്ദു എന്നാണ് വരുന്നത്. അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ റിയാസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി, അതെ, പുതിയ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒക്കെ നമുക്കൊന്ന് പഠിച്ച് മനസ്സിനെയും കൂടി പറഞ്ഞ് പഠിപ്പിക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ ഇന്നത്തേക്ക് ഒരു തീരുമാനം, ഇന്ന് വൈകുന്നേരത്തേക്ക് കൂടിയെങ്കിലും കൃത്യമായിട്ട് ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ള അറിയാൻ കഴിയുമോ? ഷിയാസ്, ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകേണ്ടതാണ്. കാരണം ഇനി 21-ന് നിയമസഭ സമ്മേളിക്കുന്നുണ്ട്. 21-ന് നിയമസഭ സമ്മേളിച്ചു, 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 29-ന് നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ അടുത്ത മാസം ആദ്യ വാരത്തിൽ 5-ാം തീയതി ആയിരിക്കും ഒരുപക്ഷെ ബജറ്റ് ഉണ്ടാവുക UDF സർക്കാരിന്റെ. അതുകൊണ്ട് സമയം വളരെ കുറവാണ്. ബജറ്റാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകണം. അതുകൊണ്ട് വകുപ്പ് വിഭജനം ഇന്ന് തന്നെ പൂർത്തിയാക്കും. ഇന്നലെ രാത്രി വൈകിയും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് സൂചന. ഒരുപക്ഷെ ഇന്ന് രാവിലെയോടെ തന്നെ തീരുമാനമായി കഴിഞ്ഞാൽ ഗവർണർക്ക് മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച പട്ടിക കൈമാറുകയും വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്യും. ഏതായാലും കൂടുതൽ നീണ്ടുപോകില്ല. പല പ്രധാനപ്പെട്ട മുതിർന്ന മന്ത്രിമാരുടെയും വകുപ്പുകളിൽ നേരത്തെ തന്നെ ധാരണയായിരുന്നു. അത് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെയാണ്. മുഖ്യമന്ത്രിയും ഇത്തവണ ധനകാര്യവും അതുപോലെ തന്നെ തുറമുഖം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റവന്യൂ മന്ത്രിയായി വരുന്നത് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം ആഭ്യന്തരവും വിജിലൻസും ഒക്കെ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തു. മറ്റ് ചില മന്ത്രിമാരുടെ കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ചില വകുപ്പുകൾ കൈമാറ്റം ചെയ്യാനുള്ള ആലോചനകൾ നടന്നിരുന്നു. ആ ചർച്ചകൾ തുടരുകയാണ്. അതിൽ പ്രധാനമായും ഒന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. അത് മുസ്ലിം ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറാണ്. പക്ഷെ പകരം ഫിഷറീസ് വകുപ്പ് കൈമാറേണ്ടി വരും. ആ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സമാനമായി തന്നെ നിലവിൽ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലിജു സഹകരണ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഏറെ വൈകാതെ. അതുകൊണ്ട് തന്നെ ഇന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടത് CP ജോൺ ആയിരുന്നു. അത് നൽകിയിട്ടില്ല. അതിനു പകരം ഗതാഗത വകുപ്പ് CP ജോണിന് നൽകാനുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ രാവിലെ നടക്കുന്ന ചർച്ചകളിലൂടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് കഴിയുന്നത്. ആ തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകും. കാരണം ഇന്നലെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് ഓരോ മന്ത്രിമാർ ഭൂരിഭാഗം പേരും അവരുടെ ഓഫീസുകളിൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ കൂടുതൽ പേർ ഓഫീസുകൾ ചുമതല ഏറ്റെടുക്കും. കാരണം ഓഫീസുകളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. അത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി. ഇനി മന്ത്രിമാരുടെ വകുപ്പുകളുടെ നോട്ടിഫിക്കേഷനാണ്. ഇത് വകുപ്പുകൾ വിഭജിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി കോർപ്പറേഷൻ ബോർഡ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ വകുപ്പ് വിഭജനം പൂർത്തിയാക്കണം. അതിനുശേഷം കോർപ്പറേഷൻ ബോർഡ് വിഭജനം നടത്തണം. അതിനിടയിൽ തന്നെ മന്ത്രിമാർക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയാക്കണം. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏതായാലും പേഴ്സണൽ സ്റ്റാഫ് നിയമനമൊക്കെ അതാത് മന്ത്രിമാർ അവരുടെ പാർട്ടിയൊക്കെ അതിന്റെ പ്രാഥമിക ചർച്ചകളൊക്കെ തുടങ്ങി കഴിഞ്ഞു. പലയിടങ്ങളിലും നിയമനത്തിനുള്ള നീക്കം തുടങ്ങുകയും ചെയ്തു. ഒരു 2-3 ദിവസത്തിനകം തന്നെ അത്തരം നിയമനങ്ങൾ പൂർത്തിയാകും. അതുകൊണ്ട് ഇനിയും ഇത്തരം ചർച്ചകൾ തുടരും. കാരണം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് 22-നകം തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കും. കാരണം പെട്ടെന്ന് ഭരണത്തിലേക്ക് പോകണം. കാരണം ബജറ്റൊക്കെ വളരെ വേഗത്തിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ വി.ഡി. സതീശന്റെ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.